ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തനി നാടൻ അവിയലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലുലുന്നൊരു അവിയൽ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേണ്ട കുഴപ്പമില്ലാത്ത അത്ര പച്ചക്കറികളൊക്കെ ഉണ്ട്, അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് മുരിങ്ങക്കായും നീളം പയറാണ്. കാരണം നീളം പയർ അവിയലിലേക്ക് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മുരിങ്ങക്കായും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് എനിക്ക് നീളം പയർ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഉള്ളത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനത് എക്സ്ട്രാ കുറച്ചധികം എടുത്തു. പിന്നെ എല്ലാ കഷ്ണങ്ങളും ക്ലീൻ ചെയ്ത് ഈ ഒരു അവിയൽ പാകത്തിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ നുറുക്കി ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇടുക. എല്ലാം പച്ചക്കറികളും ഒരു കുക്കറിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരുപാട് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു ആവി വരുമ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ കുക്കറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ന്നോളൂ കേട്ടോ. അധികമായിട്ട് ഒരുപാട് പച്ചക്കറി ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല, ആവശ്യത്തിനുള്ളതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ കുക്കറിലിടുക. അതിനുശേഷം വേണ്ട പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഇതിൽ ഒഴിക്കാം. എന്നിട്ട് കുക്കറിൽ നല്ലോണം ഇളക്കുക. കുക്കർ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കയ്യിലിടണ്ട, കുലുക്കും. ഓക്കെ, ഇതിലൊരു 1/2 ഗ്ലാസ് വാട്ടറും കൂടിയും ചേർക്കുക കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. 1 ഗ്ലാസ് വേണ്ട, 1/2 ഗ്ലാസ് മതി കേട്ടോ. ധാരാളമായിരിക്കും. കാരണം ഈ പച്ചക്കറികളിൽ നിന്നും ഈ വെള്ളം ഈ ഒരു ഇതിലേക്ക് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് അത്ര മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ കുക്കർ നല്ലോണം ഇളക്കുക. കരണ്ടി ഇട്ടിട്ട് ഇളക്കണമെന്നില്ല കേട്ടോ, കയ്യിൽ വേണമെന്നില്ല. ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. പച്ചക്കറിയിലെല്ലായിടത്തും നമ്മൾ ഇട്ടിയ ഐറ്റംസൊക്കെ ചേരുവകൾ ആവണം എന്നുള്ളതാണ്. എന്നിട്ട് ഒരു വിസിൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആവി മീൻസ് ഈ ഒരു ആവി പോയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിന് മുന്നേ ഓപ്പൺ ചെയ്യേണ്ട, നമ്മൾ ആവി കളയേണ്ട. ഒരാവി വന്നിട്ട് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ആവി പോട്ടെ. അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മളങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ, അത് കുറച്ച് പുളിയുള്ള തൈര്, പിന്നെ പച്ചമുളക്, കുറച്ച് ജീരകം. ഉപ്പ് ഇതിൽ ഇടണമെന്നില്ല, നമ്മൾ ഓൾറെഡി പച്ചക്കറിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടോ, ഇതിൽ ഉപ്പ് വേണ്ട. ഇതിൽ ഇത്ര ഐറ്റംസ് മതി. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരയണമെന്നില്ല, ആവശ്യത്തിന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ തേങ്ങ എത്രത്തോളം അവിയലിടുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യാനുസരണം തേങ്ങ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആവി വന്നാൽ കുക്കർ ജസ്റ്റ് ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് തന്നെ അത് വറ്റിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് നല്ലത്. ഇനി അതല്ല കുറച്ച് കറി പോലെ പേസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ വെള്ളം അതിലുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് ഇടുക. ഈ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് മുരിങ്ങക്കായ വെന്തോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്തൊന്ന് വേവിക്കുക. അധികം ഒരു വിസിൽ വരുമ്പോൾ പൊതുവേ വെവാറുണ്ട്, പക്ഷേ ചില മുരിങ്ങക്കായ വെവാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ അരപ്പിട്ടതിന് ശേഷം ഉള്ളിക്കൂടെ നന്നായിട്ട് ഇളക്കുക. മുരിങ്ങക്കായ ഉടയാതെ ശ്രദ്ധിക്കണം. ചില സമയത്ത് എനിക്കങ്ങനെ ഉടയാറുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. പിന്നെ വേണമെങ്കിൽ കറിവേപ്പിലയും ആഡ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ അവിയൽ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.